Hello, hi guys, what's up? ഇല്ലേ അതായത് വാട്ട് മേക്സ് യു ഹാപ്പി? ലൈക്ക് നമ്മളില്ലേ, നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ലൈക്ക് എന്താ പറയുക, നമുക്ക് ഭംഗി വയ്ക്കണമെങ്കിൽ വി ഷുഡ് മേക്ക് അവർ മൈൻഡ് ഹാപ്പി. നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാൻ നല്ല രസമായിരിക്കും, ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും നമ്മളെ കാണാൻ. സോ ഞാൻ എപ്പോഴും എന്താ പറയുക, എത്രയൊക്കെ എൻ്റെ മൈൻഡ് ടെസ്റ്റ് ആണെങ്കിലും ഐ വിൽ ലൈക്ക് ഞാൻ അതിങ്ങനെ ലൈക്ക് സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ എൻ്റെ മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കും എപ്പോഴും. അപ്പം എന്താ പറയുക, ഫോർ മീ എനിക്കത് കഴിയുമെങ്കിൽ എന്നാൾക്കും അത് പറ്റും അല്ലേ? യെസ്. അപ്പം എൻ്റെ ലൈഫിൽ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഒരു ലൈഫിലൊരു ടഫ് ടൈം വരുവാണ്. ഐ വിൽ ലൈക്ക് ഞാനിങ്ങനെ ഹോപ്പ് ചെയ്യും, എനിക്കിപ്പോൾ ഈ സങ്കടം വന്നത് ഭാവിയിൽ എന്തോ നല്ല കാര്യം വരാനാണ് ഞാനിങ്ങനെ വിചാരിക്കും. അപ്പം എൻ്റെ സങ്കടം കുറച്ചും കൂടി കുറയും. സോ അങ്ങനെ തിങ്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും. സോ ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡിനെ സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് എൻ്റെ മൈൻഡ് ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കി വയ്ക്കും. ഈവൻ എന്നെ നേരി കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് മീൻസ് ഇപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച അല്ലെങ്കിൽ എന്നെ നല്ലോണം അടുത്തറിയുന്ന ആൾക്കറിയാം ഞാൻ എന്തുണ്ടെങ്കിലും ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും സംസാരിക്കാൻ ചിരിച്ചേ ഞാൻ സംസാരിക്കുള്ളൂ. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കാൻ. എന്താ പറയുക, ഇപ്പം ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും ഭയങ്കര ചിരിച്ചെടുക്കുള്ളൂ. അതിപ്പം കളിയാക്കലാണെങ്കിലും എന്താണെങ്കിലും ഞാനിങ്ങനെ ചിരിച്ചേ സംസാരിക്കുള്ളൂ. കളിയാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഈവനിപ്പം ഞാൻ ദേഷ്യപ്പെടുന്നവരെ ഞാൻ ചിരിച്ചേ സംസാരിക്കുള്ളൂ. അത് ഐ ഡോണ്ട് നോ അത് ഡ്രോബാക്ക് ആണോ അതോ ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഫേസിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. അതെന്താ ശരിക്കും എനിക്ക് ആ ചിരി വന്നത് ഞാനെന്താ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ലൈക്ക് ഇത് ഞാൻ പറയണത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് എൻ്റെ ട്രാൻസിഷന് മുമ്പ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ആരെയും ചിരിച്ച് കാണിക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലൈക്ക് എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ലൈക്ക് ഫേസിൽ ചിരി വന്നു. സോ ഞാൻ എപ്പോഴും ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എടുത്തൊരു ഡിസിഷൻ എൻ്റെ ട്രാൻസിഷനാണ്. ലൈക്ക് എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാമെന്നെടുത്ത ആ ഒരു തീരുമാനമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് തീരുമാനം. കാരണം ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് എൻ്റെ മുഖത്ത് ചിരി എന്ന് പറഞ്ഞൊരു സാധനം വന്നത്. അപ്പം ലൈക്ക് ബേസിക്കലി എൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ അടിത്തറ എന്ന് പറയാനായിട്ട് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് എൻ്റെ ആ ഒരു സ്വത്വത്തിൽ ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് ലൈക്ക് എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. സോ അതിൽ പിന്നെ എൻ്റെ മൈൻഡ് ഭയങ്കര കൺട്രോൾഡാണ്. ലൈക്ക് ഞാൻ എൻ്റെ ട്രാൻസിഷന് മുമ്പ് ജീവിച്ച ആ ഒരു ലൈഫിൽ ഞാൻ അനുഭവിക്കാത്ത സങ്കടങ്ങളില്ല. സോ അപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞ് വന്നേ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് എന്ത് വന്നാലും അത്രയും ഒരു ഇൻറ്റൻസിറ്റി വരില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ടാവാം എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഐ ആം എ പേഴ്സൺ ഹു ഓൾവേസ് സ്മൈൽ. ഞാൻ എപ്പോഴും എൻ്റെ മുഖത്തേന് ചിരിയുണ്ടാവും ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും. അത് മെയിൻലി ഞാനായിട്ട് ജീവിക്കണമുണ്ടാവാം, മേ ബി, ഐ ഡോണ്ട് നോ, ബട്ട് ഞാനങ്ങനെയാണ് വിശ്വസിക്കുക. സോ മിക്കവർക്കും അപ്പം ലൈക്ക് എല്ലാവരും തിങ്ക് ചെയ്യും എനിക്ക് ഏതെന്ത് വേഷം കെട്ട് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തിങ്ക് ചെയ്യണ്ടാവും. ബട്ട് ഐ ഡോണ്ട് കെയർ. എന്നെ അത് ബാധിക്കുന്ന കാര്യമാണ്. കാരണം എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എൻ്റെ ലൈഫ് ഹാപ്പി, എൻ്റെ ഫാമിലി ഹാപ്പി, എല്ലാവരും ഹാപ്പി. സോ ലൈക്ക് ആൾക്കാർ എന്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ലൈക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. സോ ദാറ്റ്സ് അങ്ങനെ. ലൈക്ക് ഞാനാണെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ എൻ്റെ കാര്യം നോക്കി മാത്രം പോകുന്ന ആളാണ്. സോ എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് എൻ്റെ വേഷങ്ങളായിട്ട് തോന്നാം, പലതുമായിട്ട് തോന്നാം, ബട്ട് ഐ ഡോണ്ട് കെയർ. സോ ദാറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും,
നമ്മളെ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര പോസിറ്റീവ്നെസ് ആയിരിക്കും. സോ അതിന് വേണ്ടത് ഫസ്റ്റ് അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെങ്ങനെയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക, അത് പ്രൗഡായിട്ട് എടുക്കുക. സോ ഇതൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ. സോ ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് ബി യുവർ സെൽഫ്. ആൾക്കാർ കുറ്റം പറയാനുണ്ടാവാം, പക്ഷെ മൈൻഡ് ചെയ്യരുത്. ജസ്റ്റ് ബി ഹാപ്പി. എപ്പോഴും മൈൻഡ് ഹാപ്പി ആയിട്ട് വയ്ക്കുക. ലൈഫിൽ സങ്കടം ഉണ്ടാവും, പക്ഷെ എന്തായാലും അതിൽ തൂങ്ങാണ്ട് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. സോ ലൈഫിൽ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് വരാം, പക്ഷെ അതിൽ മാത്രം തോന്നിയാക്കാണ്ട് അതിന് നമ്മൾ ലൈക്ക് ഹോപ്പ് ഉണ്ടാക്കി എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മൈൻഡിനെ ജസ്റ്റ് നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ. സോ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് സൂപ്പറായിരിക്കണം നമ്മുടെ ലൈഫ്. അതിന് ആദ്യം വേണം സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം. സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പം സെൽഫ് ലവിൻ്റെ ഒരു സെൽഫ് ലവിൻ്റെ ഒരു പവർ ഭയങ്കര ഇതാണ്. നമ്മളുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സെൽഫ് ലവ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പം നമുക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല, നമുക്ക് തന്നെ കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്, സെൽഫ് അക്സെപ്റ്റൻസ് ആണ്, സെൽഫ് കെയർ ആണ്. സെൽഫിഷ്നെസ് വേണ്ട, സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് കെയർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കാണ്ട് നമ്മുടെ സ്വന്തം കാര്യം നോക്കി അങ്ങനെ കറക്റ്റായിട്ട് പോവുക, ഇതാണ് സംഭവം. സോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈഫ് ഭയങ്കര സൂപ്പറാകും. അപ്പം ഇതൊന്ന് പറയണമെന്ന് തോന്നി. ദാറ്റ്സ് വൈ ഐ ഡിഡ് ദിസ് വീഡിയോ. സോ ബി ഹാപ്പി, ബി ബ്യൂട്ടിഫുൾ, കീപ് ദാറ്റ് സ്മൈൽ ഇൻ യുവർ ഫേസ്. ബൈ.